നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ന്യൂസിലാൻഡിലേക്ക് വരുന്ന ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് ഒത്തിരി ക്രൈസിസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മറ്റൊന്നുമല്ല, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒത്തിരി നേഴ്സുമാർ ഇപ്പോഴും ന്യൂസിലാൻഡിലേക്ക് വരുന്നുണ്ട്, രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിലെ ക്വാർട്ടർലി റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ 2024 ക്വാർട്ടറിൽ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുത്ത നേഴ്സുമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 5000-ന് മുകളിലാണ്. അതൊരു റെക്കോർഡ് നമ്പർ ഓഫ് നേഴ്സസ് ആണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ജോലി കിട്ടത്തില്ല എന്നറിഞ്ഞിട്ടും ഒത്തിരി നേഴ്സുമാർ ന്യൂസിലാൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ കാര്യമാണ്. എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ ജോലി കിട്ടാൻ പാടായിട്ട് നേഴ്സുമാർ വരുന്നത്, അതിനെക്കുറിച്ചൊരു ഡേറ്റ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ആണ് ഈ വീഡിയോയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്നത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ ക്വാർട്ടർലി ഡാറ്റ റിപ്പോർട്ടാണ്. അത് അവസാനത്തെ ഡേറ്റ റിപ്പോർട്ട് വന്നത് ഡിസംബർ 2024 എല്ലാ 3 മാസം കൂടുമ്പോഴും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ഇതേപോലെ ഒരു ഡേറ്റ റിപ്പോർട്ട് പുറത്തുവിടും. ന്യൂസിലാൻഡിൽ രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണവും എവിടെ നിന്നൊക്കെയാണ് അവർ രജിസ്റ്റർ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ റിപ്പോർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓരോ ക്വാർട്ടറിൽ, അതായത് ഓരോ 3 മാസം കൂടുമ്പോൾ എത്ര നഴ്സുമാർ ന്യൂസിലാൻഡിലേക്ക് വരുന്നുണ്ട്, അവരെവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അതിൻ്റെ അകത്ത് എത്ര ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് ഉണ്ട്, അതിൻ്റെ അകത്ത് എത്ര പേരാണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷത്തെ ക്വാർട്ടർലി ഡാറ്റ റിപ്പോർട്ട് ന്യൂസിലാൻഡിൽ വ്യക്തമായിട്ട്, അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് താഴേക്ക് പോയി കഴിയുമ്പോൾ, നിങ്ങൾ ആ പേജ് ഓപ്പൺ ചെയ്ത് താഴേക്ക് പോയി കഴിയുമ്പോൾ ഒരു അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് നഴ്സസ് വിത്ത് APC, നിലവിൽ ന്യൂസിലാൻഡിൽ APC ഉള്ള നഴ്സുമാരുടെ നമ്പർ എന്ന് പറയുന്നത് 85,749 ആണ്. ഈ ക്വാർട്ടറിൽ, അതായത് ഇപ്പോൾ ഡിസംബർ ക്വാർട്ടറിൽ ജോയിൻ ചെയ്ത നഴ്സുമാരുടെ എണ്ണം 4,861. ആ ഒരു ക്വാർട്ടറിൽ ജോയിൻ ചെയ്ത IQN മാരുടെയാണ്, അതായത് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സ്, ന്യൂസിലാൻഡ് പുറത്തു നിന്ന് വന്ന് ക്യാപ്പോ അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഒക്കെ വഴി അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയ നേഴ്സുമാരുടെ എണ്ണമാണ് 3,160. ടോട്ടൽ 46.8% നേഴ്സുമാർ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സാണ്. അതായത് ഏറെക്കുറെ പകുതിയോടടുത്ത് നേഴ്സുമാർ, ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ വിദേശത്ത് നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയ ആളുകളാണെന്നാണ് അത് ചുരുക്കത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മളിനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രാക്ടീസിങ് നേഴ്സസ് ഇൻ ന്യൂസിലാൻഡ് കാണിക്കും. അപ്പോൾ 2024 ഡിസംബർ ക്വാർട്ടറിൻ്റെ അവസാനത്തിൽ ടോട്ടൽ എൻറോൾ നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ്, നേഴ്സ് പ്രാക്ടീഷണർ എല്ലാവരും കൂടി കൂട്ടിയിട്ട് 85,749 ആണ്. അതിൻ്റെ അത് രജിസ്റ്റേർഡ് നേഴ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ 82,419. അപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 2024 ഇയറിൽ വന്ന ടോട്ടൽ നേഴ്സുമാരുടെ ഒരു റഫ് എസ്റ്റിമേറ്റാണ് നമുക്കറിയേണ്ടത്. അതായത് ബേസിക്കലി ഈ 2024 വർഷത്തിൽ ഏകദേശം എത്ര നേഴ്സുമാർ ന്യൂസിലാൻഡിലേക്ക് വന്നു എന്നാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ഈ ഒരു ഓരോ 3 മാസം കൂടുമ്പോഴും വന്ന നേഴ്സുമാരുടെ എണ്ണം. ഡിസംബർ 2023 4,770, മാർച്ച് 2024 കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു, 2,601 നേഴ്സുമാരും. ജൂൺ 2024 വന്നപ്പോൾ വീണ്ടും കൂടി 4,730. സെപ്റ്റംബർ 2024 റെക്കോർഡ് നമ്പറാണ് വന്നത് 5,385. ഡിസംബർ 2024, അതായത് അവസാനം വന്നപ്പോഴത്തേക്കും 4,861. അപ്പോൾ ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും 20,000-ൻ്റെ അടുത്ത് നേഴ്സുമാർ ഏകദേശം ന്യൂസിലാൻഡിൽ ഈ ഒരു വർഷം, അതായത് കഴിഞ്ഞ ഡിസംബർ 2023 തുടങ്ങി ഈ ഡിസംബർ 2024 വരെ എടുക്കുമ്പോൾ ന്യൂസിലാൻഡിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും IQNസിൻ്റെ നമ്പറാണ് സിഗ്നിഫിക്കൻ്റായിട്ട് വന്നേക്കുന്നത്. കാരണം ടോട്ടൽ IQN ഓരോ ക്വാർട്ടറിൽ എടുക്കുമ്പോഴും സിഗ്നിഫിക്കൻ്റ് നമ്പർ ഉണ്ട്. ഡിസംബർ 2023 ഡിസംബർ 2024 പിന്നെ സെപ്റ്റംബർ 2024 ഒഴികെ ബാക്കി എല്ലാ ഇതിൻ്റെ അകത്തും ഏറെക്കുറെ വന്നിരിക്കുന്നത് IQNs ആണ്. ആ ഒരു ഡിസംബർ മാസത്തിൽ ന്യൂസിലാൻഡിൽ ക്വാളിഫൈഡ് ചെയ്ത നേഴ്സുമാർ എക്സാം കഴിഞ്ഞ് പാസ്സാവുന്നതുകൊണ്ട് ആ ഡിസംബറിൽ 2023 2024 ഡിസംബറിലെ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് NEZQN ന്യൂസിലാൻഡിൽ ക്വാളിഫൈ ചെയ്ത നേഴ്സുമാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ന്യൂസിലാൻഡിൽ പഠിച്ച നേഴ്സുമാർ പാസ്സായിട്ട് പുറത്തേക്ക് വരുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ കാണുമ്പോൾ
നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂസിലാൻഡിൽ ടോട്ടൽ വന്ന നേഴ്സുമാരുടെ എണ്ണം. അപ്പോൾ ഈ 20,000-ന് മുകളിൽ രജിസ്ട്രേഷൻ എടുത്ത ഈ നേഴ്സുമാരിൽ നല്ലൊരു ശതമാനം ആളുകൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് വ്യക്തമായ കണക്ക് അതിനെക്കുറിച്ചില്ലെങ്കിൽ ഒത്തിരി നേഴ്സുമാർ ജോലി കണ്ടെത്തുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പൊട്ടൻഷ്യലി നോക്കുമ്പോൾ കുറച്ചും കൂടി ന്യൂസിലാൻഡിനേക്കാളും ഓപ്പർച്യൂണിറ്റീസ് ജനറലി കൂടുതലുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ ഒരു വർഷം നമ്മൾ ആവറേജ് എപ്പെടുത്ത് നോക്കുമ്പോഴും ഒരു 2 വർഷം മുമ്പൊക്കെ ന്യൂസിലാൻഡിൻ്റെ ഏത് വെബ്സൈറ്റുകളിലും ജോലി സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകളായ ട്രേഡ് മീ, സീക്ക് പോലുള്ള വെബ്സൈറ്റിലെടുത്ത് നോക്കുമ്പോൾ 1000 ജോബ് ഒരു ആവറേജ് 1000 പൊസിഷൻസ് ഫുൾ ടൈം പൊസിഷൻസ് അവൈലബിൾ ആയിരുന്നു. എന്നാൽ 2004 തുടക്കത്തിൽ തുടങ്ങി ജോലി സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, എപ്പോൾ എടുത്ത് നോക്കിയാലും ഒരു ആവറേജ് പൊസിഷൻസ് എന്ന് പറയുന്നത് 500, ഇപ്പോൾ നിലവിലൊരു 200, 250, 300ഒക്കെയാണ് ഫുൾ ടൈം പൊസിഷൻസ്. കാരണം ഫുൾ ടൈം പൊസിഷൻസ് മാത്രമാണ് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് ആക്സെപ്റ്റ് ചെയ്യാനും വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ട്രേഡ് മീ പോലുള്ള സൈറ്റുകളിൽ കാണിക്കുന്നത് 200-ൽ താഴെയും അതിലും ഒട്ടുമിക്കുന്നത് തന്നെ ലീഡർഷിപ്പ് റോളുകളാണ്. സീക്കിൽ കാണിക്കുന്ന ഫുൾ ടൈം പൊസിഷൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500-ൽ താഴെയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ന്യൂസിലാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിങ്സ്, അതായത് ജോബ് വേക്കൻസീസ് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ പഠിച്ചിറങ്ങുന്ന NEZQNs, അതായത് ന്യൂസിലാൻഡിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ എണ്ണം കൂടി വരുന്നു. ഓരോ വർഷം 3000 നഴ്സുമാരോളം ഇപ്പോൾ പഠിച്ചിറങ്ങുന്നതെന്നാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആവറേജ് വേണ്ട വേക്കൻസീസ് ഒരു വർഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു 4000 വേക്കൻസീസൊക്കെയാണ് ഓൺ ആവറേജ് ന്യൂസിലാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷം 20,000 നഴ്സുമാർ ഇവിടെ രജിസ്ട്രേഷൻ എടുക്കുകയും അതിൻ്റെ അകത്ത് ഏകദേശം 50%, ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് പറയുകയാണ്, 50% ഒന്നും ന്യൂസിലാൻഡിൻ്റെ പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ തന്നെയും ഒരു 50% പോയാൽ തന്നെയും 10,000 നഴ്സുമാർ ജോബ് സെർച്ച് ചെയ്ത് ന്യൂസിലാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വർഷം 4000, ഈവൻ പ്രൈവറ്റ് സെക്ടറിലെല്ലാം നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ വ്യക്തമായ ഒരു കണക്ക് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്കൊരു വ്യക്തമായ ഡേറ്റ ഇല്ല. ഈവൻ പ്രൈവറ്റ് സെക്ടറിലെ ഡേറ്റ കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6000 വേക്കൻസി വന്നാൽ തന്നെയും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ സർപ്ലസ് ഓഫ് നേഴ്സസ് ഉണ്ട്. അതായത് ഒത്തിരി നേഴ്സസ് വേക്കൻസി വേണ്ടതിനേക്കാളും കൂടുതൽ ഒത്തിരി നേഴ്സസ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പിക്ചർ കിട്ടിക്കാണും എന്താണ് ന്യൂസിലാൻഡിലെ വേക്കൻസിയുടെ അവസ്ഥയെന്നും എന്താണ് ന്യൂസിലാൻഡിൽ ജോലി കിട്ടാനായിട്ട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും. ഇനി നമ്മളൊരു ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഹെൽത്ത് ന്യൂസിലാൻഡിൻ്റെയും കുറച്ച് ഡേറ്റ വീണ്ടും നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ന്യൂസിലാൻഡ് ഈ അടുത്ത് 2024 ഇറക്കിയൊരു ഡേറ്റ പ്രകാരം 2033 ആകുമ്പോഴത്തേക്കും ന്യൂസിലാൻഡിൽ ഗവൺമെൻറ് സെക്ടറിലേക്ക് വേണ്ട നഴ്സുമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 4100 നഴ്സുമാരാണ്. ഇപ്പോൾ ഓരോ വർഷം ന്യൂസിലാൻഡിൽ തന്നെ 3000 നഴ്സുമാർ പഠിച്ചിറങ്ങുന്നു. അതുകൂടാതെ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് 10,000-15,000-ഓളം ഓരോ വർഷം വരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൽ ജോലി കിട്ടുക എന്നുള്ള കാര്യം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ റീസെൻ്റായിട്ടൊക്കെ ന്യൂസിലാൻഡിൽ ക്വാളിഫൈ ചെയ്ത ന്യൂസിലാൻഡ് വിസയുള്ള അല്ലെങ്കിൽ ന്യൂസിലാൻഡ് സിറ്റിസൺഷിപ്പ് ഉള്ള ഒത്തിരി നഴ്സുമാരൊക്കെ ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഓസ്ട്രേലിയക്കൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്നതും ന്യൂസിലാൻഡിൽ ജോലിയില്ലാതെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും NZNOയുടെ ഒരു ഡേറ്റ പ്രകാരം ന്യൂസിലാൻഡിൽ ഓൾമോസ്റ്റ് 50% വർക്ക് ഫോഴ്സ് 2035 ആകുമ്പോഴത്തേക്കും റിട്ടയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000 നഴ്സുമാർ 2035 ആകുമ്പോഴത്തേക്കും റിട്ടയർ ചെയ്യുമെന്നാണ്. അപ്പോൾ ആ ഒരു കണക്കും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ വേക്കൻസികൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം ഈ ജോബ് കിട്ടാതെ വരുന്ന സാഹചര്യം വന്നു കഴിയുമ്പോൾ ന്യൂസിലാൻഡിലേക്കുള്ള നഴ്സുമാരുടെ ഒഴുക്ക് കുറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ കാണിക്കുന്നത് നഴ്സുമാരുടെ തള്ള് ന്യൂസിലാൻഡിലേക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഉറ്റുനോക്കുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. ഇനി ഓസ്ട്രേലിയ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂസിലാൻഡിനേക്കാളും ഏകദേശം 5 ഇരട്ടി പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അവിടെ പല സ്റ്റേറ്റുകളും ടെറിട്ടറികളുമാണ്. അപ്പോൾ അവിടെ ന്യൂസിലാൻഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒബിയസ്ലി വേക്കൻസീസ് കൂടുതലുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഒരു വർഷം വേണ്ട ഒരു നഴ്സുമാരുടെ എണ്ണം ഇപ്പോൾ 4000, 5000 എന്നൊക്കെ പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ ഏകദേശം നിലവിലെ വേക്കൻസി ഇപ്പോൾ സീക്കിലൊക്കെ കാണിക്കുന്നത് 10,000-ന് മുകളിലാണ്. 2035 ആകുമ്പോഴത്തേക്കും ഏകദേശം 70,000-ന് മുകളിൽ നഴ്സുമാരുടെ ഷോർട്ടേജ് ഓസ്ട്രേലിയയിൽ ഉണ്ടാവുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ശരിക്കും ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും തീർച്ചയായിട്ടും അത് മുൻപേ തന്നെ സമ്മതിച്ചിട്ടാണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാൻ വരുന്നത് തന്നെയും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ ജോലി കണ്ടെത്തുന്നത് ഓസ്ട്രേലിയയിൽ തന്നെയാണ്. പണ്ടത്തെ പോലെ അത്ര ഒരു ഈസി അല്ലെങ്കിൽ തന്നെയും പല റൂറൽ ഏരിയകളിലും റൂറൽ ടൗണുകളിലും റീജിയണൽ ടൗണുകളിലും ഒക്കെ ഒത്തിരി നഴ്സുമാർ ജോലി കിട്ടി
ഫാമിലി ആയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഏറ്റവും കൂടുതൽ നഴ്സുമാർ വരുന്നത് UK നിന്നും UAE നിന്നും ഇന്ത്യയിൽ നിന്നുമാണ്. UAE നിന്നും UK നിന്നും വരുന്ന നഴ്സുമാരുടെ നല്ലൊരു ശതമാനവും മലയാളി നഴ്സുമാർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും UAE നിന്ന് വരുന്ന നഴ്സുമാരിൽ ഒരു 90% എബോവ് മലയാളി ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. UK നിന്ന് വരുന്ന നഴ്സുമാരും നമ്മൾ മലയാളികൾ ഹൈ നമ്പർ ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഐഡിയാസും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ.